ഹേ ഗൈസ് കൊനിച്ചിവ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റായിട്ടാണ്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 1. നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് എപ്പിസോഡ് 1 ആയിട്ട് ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതാണ് ഒരു പ്രതീക്ഷ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഗോജേജ് ഫോറക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് ദുബായിലാണ്. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് വീണ്ടും. നല്ല രസമുണ്ട് കാണാനൊക്കെ. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ഫുഡ് അങ്ങ് പറിച്ചെടുക്കാം. എന്നിട്ട് സുഖിയുടെ പാതയിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ലോഗ് ഒരു മണ്ണ് പൊട്ടിച്ച് ഇവിടെ നടണം. എവിടെയെങ്കിലും ഇവിടെ എടുത്ത് ഇവിടെ നടാം. ഓക്കെ, അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഫുഡൊക്കെ പറിക്കണം. അതിന് മുന്നേ ഇവിടുത്തെ സ്ഥലമൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒക്കെ ഒരു സീഡ് കിട്ടിയിട്ടുണ്ട്, കയ്യിലിരിക്കട്ടെ ആവശ്യം വന്നാലും. ഓക്കെ, നമുക്കങ്ങനെ വുഡ് പറിക്കാം. അപ്പോൾ വുഡും കാര്യങ്ങളൊക്കെ പറിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ നമുക്ക് വുഡ് കേക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോറേജ് ഉണ്ടാക്കണം. അതിന് മുന്നേ എന്താ ഒരു ഷീപ്പ് സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഷീപ്പ് നമുക്ക് അടിക്കണം. ചാവണില്ല സൗണ്ട് ഇഷ്ടമാണ് കുറക്കാം. അങ്ങനെ നമ്മുടെ പകുതി പണി ചെയ്യുന്നുണ്ട്. ഇനിയും വേണം 2 ബോർഡ്. അപ്പോൾ ഇനി മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം നമ്മളത് എന്താ പറയുക, ഒന്ന് ബെഡും പിന്നെ ഇനി സ്റ്റോണേജ് ഒന്ന് ആവണം. അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇവിടെ വണ്ടികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പുറത്തുനിന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടി ബേസിനൊന്നും പറയാനില്ല. ഷെൽട്ടർ ഇപ്പോൾ തൽക്കാലം ഇതാക്കാം. ബെഡ് കിട്ടിയതിന് ഷെൽട്ടറൊന്നുമില്ല. നാളെ നേരെ മറ്റേ വീട് ഉണ്ടാക്കുന്ന എപ്പിസോഡാവും. ഹൗസ് അല്ലെങ്കിൽ ബേസ് എന്ത് വേണമെങ്കിലും പറയാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പം മരം ഇവിടെ നട്ടാലോ, അത് നല്ലതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം എങ്ങനെ വരും വേണ്ട. നമുക്കിവിടെ അടിപൊളി ഒരു വീട് വെച്ച് അവിടെ ഒരു പാലം കിട്ടി അടിപൊളിയാവും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ തൽക്കാലം കുറച്ച് മരപ്പുറത്ത് വേണ്ട ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കാം. അപ്പം നമ്മളെ മെയിൻ പരിപാടി ഇനി സ്റ്റോൺ ടൂൾസും കാര്യങ്ങളൊക്കെ ആക്കണം. അതാണ് മെയിൻ. എന്തുവാടി കണ്ട എങ്ങനെയുണ്ട് മാജിക് ക്രിയേറ്റ് ചെയ്യുന്ന കഴിച്ച്. ഞാൻ മൈനിങ്ങിന് പോയതാണ്. ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണിച്ച് ബോറടിപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഒരു ട്രാൻസാക്ഷൻ പോലെ ചെയ്താൽ. ഇപ്പം നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ മെയിൻ ലക്ഷ്യം ഒരു ബെഡ് ഒപ്പിക്കണം. അതായത് പിന്നെ എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. വീഡിയോ ഒക്കെ എന്തായാലും ലൈക്ക് അടിക്കുക. നെതർ പോർട്ടൽ അണ്ടർ വാട്ടർ അങ്ങനെ അതുകൂടി ഒന്ന് ഫുൾ ശ്വാസമാക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ മെല്ലെ നീങ്ങിയിട്ട് വേഗം തുറക്കുക. ഓ മോയ്ക്ക് ഇതൊക്കെ നമുക്ക് എടുക്കാം. വലിയ ആഴ്ചകളൊന്നുമില്ല, ഒക്കെ ഗോൾഡനാണ്. അതിൻ്റെ ടൈപ്പ് ഒരു സാധനമില്ല. നമുക്ക് വീണ്ടും ശ്വാസം കുറച്ച് അങ്ങ് എടുക്കുക. നേരെ മേലോട്ട് കൊണ്ട് അടിയിട്ട് കുഴപ്പമില്ല. ഫുഡ് സോഴ്സ് കണ്ടുപിടിക്കണം. ഒരു കൃഷി തുടങ്ങാൻ അല്ലെങ്കിൽ വേറെ എപ്പിസോഡിൽ നമുക്ക് വലിയൊരു ഫാമാക്കി വെക്കാം. ഒരു ആട് സ്പോട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനെ ആദ്യം കണ്ട് തൊട്ടോ കുറച്ച് മരങ്ങൾ വേണം. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്തായാലും കളക്ട് ചെയ്ത് വെക്കണം. നല്ലതല്ലേ. ഇപ്പോൾ തൊട്ടണ
ഓക്കെ, വാട്ടർമെലൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാട്ടർമെലനും ഇതൊക്കെ നമുക്ക് ഇനി കെട്ടി തത്തനെ ടീമി മാറ്റി നോക്കണം. തത്ത ഇവിടെ തത്ത സീഡ് ഇവിടെ ഒരു സീഡുള്ളൂ. കൊടുത്തത് കിട്ടും. ഒറ്റ സീഡിൽ കിട്ടി. എൻ്റെ മോനെ, ഇനി ഇവർക്കൊരു പേരിടണം. എൻ്റെ പേരിടുക ഹിനറ്റക്കുട്ടി എന്നിടാം. അപ്പോൾ ഹിനറ്റക്കുട്ടി എന്നാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മുതൽ പേര്, ഹിനറ്റക്കുട്ടി. അപ്പോൾ ഹിനറ്റക്കുട്ടി എന്നാണ് നമ്മളെ പേരിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തത്തനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പേരിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബേസ്, അതായത് ബേസ് ഉണ്ടാക്കാമെന്ന് ഈ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സുഖമാണ്. നമുക്ക് നമ്മുടെ എരപ്പിലോ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതൊക്കെ നല്ലൊരു ബിൽഡിങ് നോക്കി നല്ലൊരു ബേസ് ഉണ്ടാക്കണം. അതാണ് മെയിൻ ലക്ഷ്യം. ബേസ് ഉണ്ടാക്കല്ല, ജസ്റ്റ് ഫർണസ് പിന്നെന്തുണ്ടാക്കുക. അത് മതി. ചെറുതായിട്ട് ചുമ ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചിട്ടാണ് പോകും. എന്തായാലും കുറച്ച് പരിപാടീസ് ഉണ്ട്. നമ്മൾക്ക് ഇതിൽ കുറച്ച് പരിപാടി പ്ലാൻ ചെയ്യണം. നമുക്ക് മെഡിക്കൽ ടൈപ്പ് ബിൽഡ് ആവണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റിന് ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഓ നൈറ്റ് ചേട്ടാ പെട്ടു മോനെ. ഈ ചുറ്റും ഉണ്ടാക്കണ്ടേ. ചെറിയൊരു ബേസ് ഒന്നും പറയാനില്ല. ഇപ്പോൾ തൽക്കാലം ഒന്ന് രാവിലെ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഷെൽട്ടർ. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട് കിട്ടാഞ്ഞപ്പോൾ പ്രശ്നമാവും. വേഗം ചെയ്യാൻ വീട് കിട്ടാന്ന് പറയാനില്ല. ഒരു മതിൽക്കൂട്ട് കെട്ടുക, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇന്നെന്തായാലും ഒരു ഡേ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പ്രൂഫ് കിട്ടണം. അയ്യോ മറ്റേതൊക്കെ ഉണ്ട്. കണ്ണൊക്കെ നോക്ക്, ഭയങ്കര പ്രശ്നമാണ്. ബാക്ക്ഗ്രൗണ്ട് ചെറിയ വോയിസൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഞാൻ മാക്സിമം എൻ്റെ സൗണ്ടിൽ കുറക്കാറുണ്ട്. എൻ്റെ ഇവിടെ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ഗൈസ്. ദുബായിലായ കാരണം വീഡിയോ ഒന്നും അധികം ഇടാൻ പറ്റാത്ത കാരണം നമുക്ക് മാക്സിമം ഇങ്ങനെയൊക്കെ വോയിസ് ഇടാൻ പറ്റുള്ളൂ. ഗെയിം പ്ലേ എങ്ങനെയാണെങ്കിലും എടുക്കാം, പക്ഷേ വോയിസ് അയ്യോ അടിച്ചടേ. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് പോയി അടിച്ച്. ഇങ്ങോട്ട് പോ ആ വരുന്നു ഓരോ നമ്പും വിട്ട് തേങ്ങ വിട്ടിട്ട്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ തലക്കാലം ഇപ്പോൾ അവിടെ വെക്കാം. ഓക്കെ, ഞാൻ രാവിലെ ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. പക്ഷേ ഈ പണ്ടാറങ്ങളൊക്കെ പിന്നാലെ വരുന്നു. കുറച്ച് അയ്യോ എൻ്റെ തൊത്ത കൊല്ലേ ചാവട പട്ടി രണ്ടടി ഇതാ പൊട്ടിയോ. ഓ തൊത്തക്കടി കിട്ടില്ല. ഇല്ലേ ചത്തു. അയ്യോ അതോ ഞങ്ങോട്ട് നീങ്ങിക്കിട്ടെ, എന്നാലും അങ്ങോട്ട് വരുള്ളൂ. ഓക്കെ, നമ്മുടെ മേൽഭാഗത്തൊന്നും റൂഫ് അല്ല. ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ ഷെൽട്ടർ എന്നുള്ള രീതിയിൽ നമുക്കിത് കെട്ടണം. അങ്ങനെ വെക്കാറ്റുള്ള ഉള്ളിൽ നിന്ന് തന്നെ വെക്കുക. എന്തത് അതിനങ്ങനെ ഒന്നുണ്ട്. റെഡ് സ്റ്റോൺ ആയിട്ട് എന്താ കിട്ടിയാണോ. ചാവണോ ചാവോ. ഓക്കെ, അങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ട്. നമ്മളെ ഹെൽത്തൊന്നും പോയിട്ടില്ല. നമ്മളെ തത്ത അവിടെ ഇരിക്കണ്ടേ. ഉഞ്ഞടിച്ചാൽ എന്താ ചാവുണ്ടാവും. മേത്ത് വന്നിരിക്കടേ. ഓക്കെ, നമ്മുടെ ഹിൻറ്റക്കുട്ടി നമ്മളെ മേത്ത് വന്നിരുന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുഴപ്പമില്ല. വിച്ചിഞ്ഞും ഉണ്ടല്ലോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കുഴിയിലും വീണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിൻ്റെ കുട്ടീൻ്റെ കൂടെ ഞാൻ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ഇട്ട് പോകും.